നമ്മുടെ രണ്ട് സൈഡിലുമായിട്ട് 6 പേര് നിരന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്നത്തെയും പോലെ തന്നെ നമുക്ക് പറയേണ്ടി വരും. അളിയ ആരൊക്കെ? അതെ, ഇത് നമ്മുടെ ഒപ്പം ഇത് 5ാം തവണ എത്തിയിരിക്കുകയാണ് നമ്മുടെ പെയ്തൊഴിയാതെ സീരിയലിലെ ഹേമയും അതുപോലെ തന്നെ ചാരുലതയും ചാരിനിക്കും ഒക്കെ. അങ്ങനെ അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. സ്വാഗതം, നിങ്ങൾക്കും സ്വാഗതം. അളിയ ഞാൻ ഒരു കാര്യം പറയട്ടെ, 5 തവണയിൽ 4 തവണയും ഉമ്മച്ചേച്ചി നിന്റെ കൂടെ ആയിരുന്നു. എനിക്ക് എനിക്കിങ്ങനെ എനർജി എടുത്ത് തൊണ്ടയിട്ട് അലക്കാനൊന്നും വിജയ്ക്ക് ഒരു യങ് നിന്നേ പറ്റുള്ളൂ. ഞാനും ചാരാൻ പറ്റിയതാണ്. പക്ഷെ ഒരു നാട്ടിൽ വിളിക്കുന്ന ഏണി എന്നാണ്. അതല്ല ഞാൻ ചോദിക്കുന്നത്, യവനെ സഹിക്കാനേ പാടാണ്. ചേച്ചി ഉള്ളത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും പിടിച്ചുന്നത്. ഈ രണ്ടും കൂടെ അപ്പുറത്തെ സൈഡിൽ പോയാൽ മിണ്ടാപ്രാണികളായ നമ്മൾ എന്തോന്ന് ചെയ്യും? ആര് മിണ്ടാപ്രാണി? നീയോ? ചാരുവോ? ചാരു ചാരു നിന്റെ കാര്യം കട്ട പുക, അത്രേ ഉള്ളൂ. ചാരു സടകുടഞ്ഞ അങ്ങോട്ട് എണീറ്റേക്കണം. നോക്കിക്കോ, ഞാൻ ഇങ്ങോട്ട് വന്നല്ലോ. നമ്മുടെ അങ്ങോട്ട് അടിച്ചു കയറണം. രണ്ടുപേരൊക്കെ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ആ 2 പേര് ആരൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജയുടെ ജീവിതത്തിൽ നിന്നും ഇൻസ്പയർ ആയ ഒരു ഗെയിമാണ്. വിജയ് ഡെയിലി സ്ഥിരമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അതായത് നിങ്ങളിൽ ആ അവസരം തരുമ്പോൾ, മൈക്ക് നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ കല്ല് വെച്ച നുണകൾ പറയണം. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കള്ളം. ഒരു സെന്റൻസിൽ 3 നുണകൾ പറയണം. റെഡി? അവസരം കൊടുക്കാം, പറഞ്ഞോ. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞ ഒരു വ്യക്തിയാണ് ചേച്ചി. സത്യം. അടുത്തത്. ഇതുവരെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓക്കെ, 2. ഞാൻ ഇവിടത്തെ ഒരു കളക്ടറായിട്ട് മാറും. ഓക്കെ, 3 കള്ളങ്ങൾ. ഓക്കെ, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ഓക്കെ, മിസ് വേൾഡ് ഇന്ന് ജയിച്ചതേ ഉള്ളൂ. ഓക്കെ, 2. ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിംസിൽ ഞാനാണ് ഗോൾഡ് മെഡൽ. വെരി ഗുഡ്. ഓക്കെ, സൂപ്പർ. 3 കള്ളം. എന്റെ കല്യാണം കഴിഞ്ഞു. ഓക്കെ, എനിക്ക് 4 പിള്ളേരുണ്ട്. ഓക്കെ. ഇനി പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിങ്ങാന്ന് ഞാൻ പാറയുടെ മണ്ടേന്ന് വീണപ്പോ മലയുടെ മുകളിലായിപ്പോയി. അതൊരു ക്വാളിറ്റി കള്ളമാണ്. കഴിഞ്ഞ ജൂൺ 3-ാം തീയതി വിരാട് കോഹ്ലിയുടെ RCBയിൽ ടീമിന് വേണ്ടി കളിച്ചു. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഇന്നലെ തമനയുടെ ഡേറ്റിന് പോയിരുന്നു. ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്, ലാൻഡ് ചെയ്തത്. തമനയുടെ ഡ്രസ്സിന്റെ കളർ എന്തായിരുന്നു? ഐ തിങ്ക് ബ്ലാക്ക് ആണ്. കുറെ പേര് കാണുന്നോണ്ട് മൂന്നാമത്തെ കള്ളം. എന്റെ ഹെലികോപ്റ്റർ ബിൽഡിങ്ങിന്റെ മുകളിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. മുകളിലാണ്. അവൻ വിജയുടെ സൈഡിൽ നിന്നതുകൊണ്ടാണെന്ന് ഇന്ന് ഞാൻ ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മള് വിജയേട്ടൻ ഒരു തത്തമ്മപ്പച്ച ചട്ടി ഇട്ടുകൊണ്ട് ആട് മേക്കാൻ പോണ ഞാൻ കണ്ടായിരുന്നു. ചട്ടി ഇട്ടുകൊണ്ട് ആട് മേക്കാൻ പോണ ഞാൻ കണ്ടായിരുന്നു. ഇല്ല, പിന്നെ നമ്മള് തണ്ണീലിയോണല്ലേ, നാളെ എന്നെ ഡേറ്റിന് വിളിച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്ന് പോകണം. അവർക്ക് അങ്ങനെ തന്നെ വേണം. അവർക്ക് വേണം എന്ന് പറയുമ്പോഴേ നമ്മളെ ഇവിടത്തെ രക്തൻ ടാറ്റ ഇല്ലേ, നമ്മളെ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പകുതി ഷെയർ എനിക്ക് തരാന്ന് പറഞ്ഞു.